എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമാണോ? അതാ നിങ്ങളുടെ അജ്ല മിസ് വന്നിട്ടുണ്ട് ട്ടോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട്. എന്താണ് നിങ്ങളൊക്കെ ഉഷാറല്ലേ? എങ്ങനെ പോണു നിങ്ങളുടെ പഠിത്തമൊക്കെ? എന്താ എല്ലാരും നല്ല രീതിക്ക് പഠിക്കണം ട്ടോ. നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ് വന്നത്. സോ എനിക്കറിയാം എല്ലാവർക്കും ഇത്തിരി ഹെക്ടിക് ദിവസങ്ങളാണെന്നൊക്കെ കേൾക്കുന്നു മിസ്. പക്ഷെ പേടിക്കണ്ട. എന്തിനാണ് ഹെക്ടിക് ആവുന്നത്? നമ്മളെന്താ കൂളായിട്ട് നമ്മൾ ഫേസ് ചെയ്യുക അല്ലെ? കൂളായിട്ട് അതിനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നതല്ലേ? ഓരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ കുറച്ചായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കും അല്ലെ? അതെ, ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെക്ഷൻ എന്താ പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ഏതാ ക്ലാസ് 10th തേർഡ് ചാപ്റ്റർ ആയ ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ എന്നുള്ള ചാപ്റ്റർ അല്ലെ പഠിച്ചത്. എന്താണ് ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ? ആ പേര് തന്നെ ഉണ്ടല്ലേ, നമ്മൾ എന്താണ് ചുറ്റും കളറും അതിനെ കുറിച്ചാണ്. ആർക്കാ ഒരു കളർഫുൾ ലൈഫ് ഇഷ്ടമല്ലാത്ത അല്ലെ? നമുക്ക് എല്ലാവർക്കും കളർഫുൾ ലൈഫാണ് ഇഷ്ടം. അതെ, നമ്മൾ കളറായി ഇരിക്കാൻ നമ്മുടെ ചുറ്റും കളറായിരിക്കാനല്ലേ നമുക്ക് താല്പര്യപ്പെടാം. അതെ, അപ്പോൾ ആ കളറ് നമുക്ക് ഫിസിക്സ് പരമായിട്ട് എങ്ങനെ കളർ ഓറിയന്റഡ് ആയിട്ട് പഠിക്കാം. ഇതൊരു കളർഫുൾ ചാപ്റ്റർ ആണ്. അപ്പൊ എല്ലാവരും അതോടത്ത് ചിൽ മോഡിൽ ഇരിക്കണം കേട്ടോ. മിസ്സും നിങ്ങൾക്ക് ചിൽ മോഡായിട്ട് നല്ല കളർഫുൾ ആയിട്ട് മിസ് ഈ സെക്ഷൻസ് പറയാം. അപ്പോൾ കഴിഞ്ഞ സെക്ഷനിൽ മിസ് എന്താ പറഞ്ഞത്? നമ്മൾ റിഫ്രാക്ഷൻ എന്താണെന്ന് പഠിച്ചല്ലേ? നമ്മൾ ബേസിക് ആയിട്ടുള്ള റിഫ്രാക്ഷൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നോക്കി. കാരണം നമുക്കറിയാം ഈ ചാപ്റ്ററിൽ റിഫ്രാക്ഷൻ ഓറിയന്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ എന്താന്ന് നോക്കിയായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് മിസ് വേറൊരു അടിപൊളി ടോപ്പിക്കാണ് എടുക്കണത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ റിഫ്രാക്ഷനും പിന്നെ നമ്മൾ ഡിസ്പേർഷൻ ത്രൂ എ പ്രിസം അതൊക്കെ നോക്കിയല്ലേ? പ്രിസം അത് ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നിങ്ങൾ എല്ലാവരും ആകാശത്ത് നോക്കുമ്പോൾ കാണുന്ന ഒരു സാധനത്തെ കുറിച്ച് ആദ്യം തന്നെ മിസ് പറയാം. നിങ്ങൾ എല്ലാവരും, അത് പ്രായഭേദമൊന്നുമില്ല, കുട്ടിയായിരുന്നപ്പോൾ മുതൽ നമ്മളിപ്പോ വലിയ ആൾക്കാരും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതേ ആ സാധനം നിൽക്കണമെന്നുള്ള രീതിക്കായിരിക്കും എല്ലാവരും നിൽക്കണ്ടാവുക. അതെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റെയിൻബോനെ കുറിച്ചാണ്. എന്താണ് റെയിൻബോ? അത് ആർക്കാ ഇഷ്ടമല്ലാത്ത? ഏത് പ്രായത്തിൽപ്പെട്ടവരാണെങ്കിലും, അത് കുഞ്ഞു കുട്ടികളാണെങ്കിൽ കുഞ്ഞുകുട്ടി ഇപ്പൊ അമ്മ ഒരു കുട്ടീനെ ഒക്കത്ത് പിടിച്ചിരിക്കുക, അപ്പൊ തന്നെ ദേ മോനെ മഴവില്ല കണ്ടോ? ആ അമ്മയുടെ ആ പറച്ചിൽ തന്നെ ഉണ്ട്. അമ്മക്ക് എത്രത്തോളം എക്സൈറ്റഡ് ആണ്, ആ അമ്മ എത്രത്തോളം നല്ല രസം, ഒരു കുളിർമയുള്ള കാഴ്ചയല്ലേ? അതെ, അതാണ് നമ്മൾ പറയാറ്. അതിപ്പോ ആ കുഞ്ഞുകുട്ടിയുടെ മനസ്സിൽ അമ്മ ആ പറയുന്ന ടോൺ ആയിരിക്കും ഉണ്ടാവുക. അത് വലുതാവുമ്പോഴും കണ്ടോ, ഇതേ മഴവില്ല അമ്മ എന്ന് പറഞ്ഞ സാധനം എന്നൊക്കെ പറയാം. അപ്പൊ ആ മഴവിലിനെ കുറിച്ചാണ് പറയണ്ടാവുക. അപ്പൊ നമുക്ക് ആ മഴവിലിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതേ നിങ്ങളുടെ ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. കുട്ടി നോക്കൂ, ഒരു കുട്ടി നമ്മൾ വിചാരിക്കും നിങ്ങൾ എപ്പോഴാണ് ആലോചിച്ചിട്ടുണ്ട് എപ്പോഴാണ് മഴവില്ല് വന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? എപ്പോഴാണ് മഴവില്ല് വന്നത്? മഴവില്ല് വന്നത് എപ്പോഴാന്ന് അറിയോ? നമ്മൾ മഴ കഴിഞ്ഞ് ഒന്ന് പ്രകൃതി നമ്മുടെ ഭൂമിയൊക്കെ ഒന്ന് കാമായിട്ട് ഒരു കൂൾ ഫീൽ വരുമ്പോഴേക്കും നമ്മൾ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അതാ മഴവില്ല് എന്നുള്ള ഒരു റെയിൻബോ. അതെ, ആ സാധനം നമ്മൾ പറയണ്ടാവുക. അതെ, അപ്പൊ എന്താണ്, നമ്മൾ മഴ കഴിഞ്ഞ് ഒരു ഹ്യൂമിഡ് കണ്ടീഷൻ ആകുമ്പോഴാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നല്ല ഒരു കൂൾ കണ്ടീഷൻ ആക്കും. നമ്മൾ ഹ്യൂമിഡ് കണ്ടീഷൻ ആകുമ്പോഴേക്കും എന്താ, നമ്മുടെ ചുറ്റും ലൈറ്റ്സ് ഒക്കെ വരും അല്ലെ? ആ ലൈറ്റ്സ് തട്ടി ആ അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡ് പാർട്ടിക്കിൾ തട്ടിയിട്ടാണ് നമ്മുടെ ആകാശത്ത് ഇങ്ങനെ നല്ല 7 നിറങ്ങൾ ഇങ്ങനെ വർണ്ണത്തിൽ പൊതിഞ്ഞിരിപ്പുണ്ടാവും അല്ലെ? അതെ, അതായത് നമ്മുടെ ഭൂമിയിൽ മഴ കഴിയുമ്പോഴേക്കും ഒരു കൂൾ കണ്ടീഷൻ ആയിരിക്കും അല്ലെ? ആ കൂൾ കണ്ടീഷൻ എന്താണ്, നമ്മുടെ അറ്റ്മോസ്ഫിയർ പാർട്ടിക്കിൾസിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ലൈറ്റ് വന്ന് തട്ടുമ്പോൾ അവിടെ നമുക്ക് 7 നിറങ്ങളും കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മിസ് പറഞ്ഞല്ലോ, ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. അപ്പൊ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ എപ്പം മഴവില്ല് കാണുന്നത് എങ്ങനെയായിരിക്കും? നമ്മുടെ സൂര്യന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് കാണുണ്ടാവുക? നമ്മൾ മഴവില്ല് കാണുണ്ടാവുക കേട്ടോ. എന്താണ്, സൂര്യന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ എപ്പോഴും മഴവില്ല് കാണുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ രാവിലെ മഴവില്ല് എവിടെ ആയിരിക്കും കാണുണ്ടാവുക? എവിടെയായിരിക്കും? അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മൾ മിസ് പറഞ്ഞിട്ടുണ്ടത്. ഓക്കെ, ഇത് നോക്കിയേ, ഇത് മിസ് ജസ്റ്റ് ഫോർ ഫോട്ടോ കാണിച്ചു തന്നാ കേട്ടോ. ഓക്കെ,
സണ്ണ് മോർണിംഗ് സെക്ഷനിൽ മോർണിംഗിൽ എവിടെ ഇരിക്കും നമ്മുടെ മഴവില്ല് ഉണ്ടാവുക? മോർണിംഗിൽ എപ്പോഴായിരിക്കും മഴവില്ല് ഉണ്ടാവുക? മഴവില്ല് എവിടെ ഇരിക്കും? നമുക്കറിയാം അല്ലേ, സൺ എവിടെയാ ഉണ്ടാവാം? മോർണിംഗിൽ ഈസ്റ്റിലായിരിക്കില്ലേ? സൺ എവിടെയിരിക്കും? ഈസ്റ്റിൽ. നമ്മൾ സൂര്യൻ ഉദിക്കുന്നത് ഈസ്റ്റിലാണെന്നാണല്ലേ പറയണത്. അപ്പൊ മഴവില്ല് എവിടെ ഇരിക്കും? റെയിൻബോ എവിടെ ഇരിക്കും? റെയിൻബോ ഓൺ ദ വെസ്റ്റ്. എവിടെ ഇരിക്കും? ഈസ്റ്റ് വെസ്റ്റ്. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ മോർണിംഗ് സെക്ഷൻ നമുക്കറിയാം സൺ ഈസ്റ്റിലാണെങ്കിൽ നമ്മുടെ റെയിൻബോ എവിടെ ഇരിക്കും? വെസ്റ്റിലായിരിക്കും അല്ലെ. ഇനി ഈവനിങ് ആണെങ്കിലോ എവിടെ ഇരിക്കും എന്നാണ്? ഈവനിങ് നമുക്കറിയാം ഈവനിങ്ങില് സൺ എവിടെയാ? വെസ്റ്റിലായിരിക്കും അല്ലെ. അപ്പൊ ആ സമയത്ത് ഒരു മഴ പെയ്തു, അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ നമ്മുടെ റെയിൻബോ എവിടെ ഉണ്ടാവുക? ഈസ്റ്റിലാ അല്ലെ. എവിടെയാണ്? ഈസ്റ്റിലാണ്. മനസ്സിലായോ? അപ്പൊ മോർണിംഗിൽ എന്തായിരിക്കും? സൺ ആണല്ലോ, അപ്പൊ റെയിൻബോ എവിടെ ആയിരിക്കും? വെസ്റ്റിലായിരിക്കും. ആൻഡ് ഓൾസോ ഈവനിങ്ങിൽ സണ്ണ് വെസ്റ്റിലാവുമ്പോൾ റെയിൻബോ എവിടെ ആയിരിക്കും? ഈസ്റ്റിലായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ മിസ് ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. നമുക്കറിയാം സൂര്യന് ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? റെയിൻബോ ഫോം ചെയ്യണ്ടാവുക. ഇനി റെയിൻബോ എങ്ങനെയാണ് ഫോം ചെയ്യണത്? അവിടെ എന്താണ് ഇപ്പൊ ഫിസിക്സിൽ ഓറിയന്റഡ് ആയിട്ട് എന്താണ് അത് നമുക്ക് അറിയണോ അല്ലെ? അത് നമുക്കും പഠിക്കാം. എന്താണ് പാട്? നമ്മൾ സൂപ്പറായിട്ട് പഠിക്കും അല്ലെ. ഇത് നോക്കിയേ, ഇതാണ് ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റ്സും. ഇതാണ് ഓരോ വാട്ടർ ഡ്രോപ്ലെറ്റ്സും. ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യും? സൺലൈറ്റ് വന്ന് തട്ടും. കാരണം സണ്ണ് ഓപ്പോസിറ്റ് കാണണല്ലോ. അപ്പൊ സൺലൈറ്റ് വന്ന് തട്ടിയിട്ട് നോക്കി, സൺലൈറ്റ് വന്ന് തട്ടുമ്പോൾ നമുക്കറിയാം നമ്മൾ ആദ്യമായി പഠിച്ചു വെന്നെ വൈറ്റ് ലൈറ്റ് ഹിറ്റ്. ഒരു വൈറ്റ് ലൈറ്റ് എവിടെയെങ്കിലും വന്ന് തട്ടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ റിഫ്രാക്ഷൻ നടക്കുമല്ലേ, അതായത് ബെൻഡിങ് നടക്കുമല്ലേ. അപ്പൊ അതേ നോക്കി, ഇവിടെ റിഫ്രാക്ഷനും നടക്കണ്ട, അതേപോലെ തന്നെ ഡിസ്പേർഷനും നടക്കണ്ടല്ലേ. കാരണം എന്താ? അത് കോമ്പോണന്റ് കളേഴ്സ് ആയിട്ട് നമ്മുടെ വൈറ്റ് ലൈറ്റ് അത് സ്പ്ലിറ്റ് ചെയ്യും, ഓരോ നിറത്തിലേക്ക് സ്പ്ലിറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അതേ നോക്കി, റെഡും ബ്ലൂ ഒക്കെ ആയിട്ട്, റെഡും വയലറ്റ് ആയിട്ട് എന്ത് ചെയ്യും? നടക്കും. അപ്പൊ നമുക്ക് ഇത്രയും പോർഷൻ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇത്രയും പോർഷനിൽ എന്താ നടന്നതെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? നമ്മൾ റിഫ്രാക്ഷൻ നടന്നു, അപ്പൊ ഡിസ്പേർഷനും ഉണ്ടാകും. ബട്ട് സ്റ്റിൽ റിഫ്രാക്ഷൻ ആണ് മെയിൻ. റിഫ്രാക്ഷൻ കഴിഞ്ഞ് വന്ന് ലൈറ്റ് വന്ന് ഇവിടെ വന്ന് ഇടിക്കുമല്ലോ, ഇവിടെ വന്ന് ഈ ഒരു പോയിന്റിൽ വന്ന് ഇടിക്കുന്നു. ദെൻ നോക്കിയേ, ഇടിച്ചു കഴിയുമ്പോഴേക്കും എന്താ? പിന്നെയും ഒരു ബെൻഡിങ് സംഭവിക്കുക അല്ലെ. അതായത് പിന്നെ വന്ന് തട്ടുക, വേറൊരു പോയിന്റിലേക്ക് വന്ന് നമ്മുടെ ലൈറ്റ് വന്ന് തട്ടുക. അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്ന് തട്ടുന്നു, എന്നിട്ട് എന്ത് ചെയ്യും? ആസ് യൂഷ്വൽ റിഫ്രാക്ഷൻ വഴി പുറത്തേക്ക് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് റിഫ്രാക്ട് ചെയ്യും, ദെൻ വന്ന് ഒരു പോയിന്റിൽ തട്ടും, അവിടെ നിന്ന് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും, ദെൻ അവിടെ നിന്ന് റിഫ്രാക്ഷൻ വഴി പുറത്തേക്ക് നമ്മുടെ ലൈറ്റ് പോകും. അപ്പൊ അതേ നോക്കിയേ, ഇതെന്താണ്? നമ്മുടെ ഓരോ ലൈറ്റിനും ഓരോ വേവ് ലെങ്ത് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഓരോ വേവ് ലെങ്ത് സംഭവിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഡീവിയേഷൻ വന്നത് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. അപ്പോൾ ഓരോ ആംഗിളിലായതുകൊണ്ട് ഓരോ നമ്മുടെ ലൈറ്റ് വന്നിട്ട് ഓരോ ആംഗിളിൽ വന്ന് റെയിൻബോ ആർക്ക് ഷേപ്പിൽ വന്ന് ഫോം ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് അറിയുന്നത് നമ്മുടെ സൺലൈറ്റിൽ നിന്ന് റെയിൻബോ ഫോം ചെയ്യണത്. മിസ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ ശരിക്കും നിങ്ങളുടെ ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, റെയിൻബോ എന്നുള്ള ഒരു പ്രോസസ്സിന് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുക? 2 റിഫ്രാക്ഷനും ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ആണ് നടക്കുക. എന്താണ്? 2 റിഫ്രാക്ഷനും ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും. അപ്പൊ അതേ മിസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. A ray of sunlight passing through a water droplet undergoes refraction twice and internal reflection once. This is the natural phenomena. A rainbow is formed as a result of the combination of effect of refraction, dispersion and internal reflection. മിസ് ഓൾറെഡി പറഞ്ഞു. അത് തന്നെ എന്താണ്? നമ്മളൊരു റെയിൻബോ നമ്മൾക്കറിയാം, മഴ പെയ്ത് കഴിഞ്ഞ് ആ ഒരു ഹ്യൂമിഡ് കണ്ടീഷനിൽ നിൽക്കുമ്പോൾ നമ്മൾ ആകാശത്ത് നോക്കുമ്പോൾ ആഹാ അടിപൊളി ഒരു റെയിൻബോ എന്ന്. അവിടെ എന്താ നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒരു ലൈറ്റ് വന്ന് നമ്മളൊരു വാട്ടർ ഡ്രോപ്ലെറ്റിൽ കയറുമ്പോൾ അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ദെൻ എന്ത് ചെയ്യും? അവിടെ ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അതായത് ഒരു തട്ടിൽ നിന്ന് പിന്നെ വേറൊരു തട്ട്, അങ്ങനെ അതേ നോക്കി
മിസ് ഒന്നും കൂടി പറയാം. ഇത് നോക്കിയേ, ഇത് നോക്കിയേ, കണ്ടോ, ഇവിടെ നിന്ന് 1 തട്ടി പിന്നെ വേറൊരു തട്ടലും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന്. നിങ്ങളത് വേറെ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഒക്കെ എന്താന്ന്. അപ്പൊ ഇത് ബേസിക് ആയിട്ട് ഒക്കെ ടോട്ടൽ, ഇപ്പൊ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ, അതായത് ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ പൈപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തട്ടി തട്ടി പോകണമെന്നാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ വാട്ടർ ഡ്രോപ്ലെറ്റിൽ അങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ പുറത്തേക്ക് വരുമ്പോഴേക്കും എൻ്റെ റിഫ്രാക്ഷൻ വഴി ആണ് അത് പുറത്തേക്ക് വരിക. അപ്പൊ 2 റിഫ്രാക്ഷൻ, ഒരു ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ വാട്ടർ ഡ്രോപ്ലെറ്റിൽ വന്ന അവിടെ ഡിസ്പേർഷൻ നടക്കുന്നുണ്ട്. കാരണം നമ്മൾ സൺലൈറ്റ് ആണ് കൊടുക്കുന്നത്. സൺലൈറ്റിൽ എന്തുണ്ട്, 7 നിറങ്ങൾ കമ്പൈൻ ചെയ്താണല്ലേ സൺലൈറ്റ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ എന്താ, സൺലൈറ്റ് അവിടെ ഓരോ ലൈറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യണോണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു, ഡിസ്പേർഷൻ കൂടിയുണ്ട്. അപ്പൊ ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ചിലപ്പോൾ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, അല്ല എന്താണ് റിഫ്രാക്ഷൻ, അങ്ങനെ ആയിരിക്കല്ലോ ചോദിക്കണം. ഹൗ എ റെയിൻബോ ഒക്കർ, വാട്ട് ആർ ദ ഫിനോമിനാസ് ദാറ്റ് ഒക്കറിങ്, അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ഓർത്തിരുന്ന സിമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു റെയിൻബോ ഫോം ചെയ്യാന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ റീകോമ്പിനേഷൻ ഓഫ് പ്രിസം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് റീകോമ്പിനേഷൻ ഓഫ് പ്രിസം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. റീകോമ്പിനേഷൻ ഓഫ് പ്രിസം എന്ന് പറയുന്നത്, അതായത് ഇത് നോക്കിയേ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചായിരുന്നു. ഒരു പ്രിസത്തിലേക്ക് നമ്മൾ ആദ്യം നോക്കിയത് ഒരു മോണോക്രോമാറ്റിക് ലൈറ്റ്, അതായത് ഒരു ലേസറോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒറ്റ സിംഗിൾ ലൈറ്റുള്ള സാധനം കടത്തി വിടുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ബെൻഡിങ് നടക്കുന്നു, റിഫ്രാക്ഷൻ നടക്കുന്നു, മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു. ബട്ട് വെൻ വി അപ്ലൈ എ വൈറ്റ് ലൈറ്റ്, അല്ലെങ്കിൽ ഒരു വൈറ്റ് ലൈറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, അവിടെ എന്താ, ഡിസ്പേർഷൻ വഴി അത് സ്പ്ലിറ്റ് ചെയ്യും അല്ലെ, ഓരോ ലൈറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരും അല്ലെ. അതെ, അത് മിസ് നോക്കിയായിരുന്നു അല്ലെ, മിസ് പറഞ്ഞു തന്നില്ലേ എന്താന്നുള്ള കാര്യം. ഓക്കെ. അപ്പൊ ഇത് നോക്കി, അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു പ്രിസം ഇല്ലാണ്ട് നമ്മൾ ഈ ഒരു ഒറ്റ പ്രിസത്തിന്റെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഈ ഒരു ഒറ്റ പ്രിസത്തിന്റെ കാര്യം നമ്മൾ നോക്കി, കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നേരത്തെ എന്താ ചെയ്തത്, ഒരു ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചല്ലേ, നമ്മൾ 7 കമ്പോണൻസ് ആയിട്ട് 7 കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സ്പ്ലിറ്റ് ചെയ്ത ലൈറ്റ്സിനെ എന്ത് ചെയ്തു, ഒരുമിച്ച് വെച്ചു. ദാറ്റ്സ് ഓൾ. എന്താണ്, ഒരുമിച്ച് വെപ്പിക്കുക. നമ്മൾ പറയാറുണ്ട്, പിരിയുന്ന യുവമിഥുനങ്ങളെ നമ്മൾ ഒന്നിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം പറയാണ്ടല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വൈറ്റ് ലൈറ്റ്സ് നല്ല കുട്ടികളായിട്ട് വരികയായിരുന്നു. അപ്പൊ വേഗം ചെന്ന് ആ പ്രിസത്തിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും എന്ത്, അതുങ്ങൾ എല്ലാവരും തല്ലിപ്പിരിഞ്ഞ് വേറെ. അപ്പൊ നമ്മൾ എല്ലാ തല്ലിപ്പിരിഞ്ഞവരെയൊക്കെ എന്ത് ചെയ്തു, ഒരുമിപ്പിച്ചു. ദാറ്റ്സ് ഓൾ. അത്രേ ചെയ്തോളൂ അല്ലേ. അപ്പൊ അത്രയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ വെച്ചത്. അപ്പൊ അറിയാൻ മിസ് ഓൾറെഡി പറഞ്ഞായിരുന്നു. മിസ് എന്താ പറഞ്ഞത്, ഇതൊരു ബേസിലായിട്ട്, ഇത് ബേസ് ആണ്. ബേസ് എന്ത് ചെയ്തു, ഭയങ്കര റഫ് ആണെന്ന് മിസ് പറഞ്ഞായിരുന്നു. ബേസിലേക്കായിരിക്കും ബെൻഡിങ് എപ്പോഴും സംഭവിക്കാന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മളെന്താ സ്പ്ലിറ്റ് ആക്കിയത്, നമ്മുടെ ഓരോ ലൈറ്റ്സിനെ സ്പ്ലിറ്റ് ആക്കിയത്. അപ്പം മിസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വേറൊരു പ്രിസം എങ്ങനെ ചെയ്തു, ഒബ്ലിക്കലി വെച്ചു, അതായത് തലതിരിച്ച് വെച്ചു. അതായത് ബേസ് എന്ത് ചെയ്തു, മേളിലേക്ക് വന്നല്ലേ. ബേസ് എങ്ങനെ വന്നത്, മേളിലേക്ക് വന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ഈ കേറിയ ലൈറ്റ്സ് റിഫ്രാക്ഷൻ വഴി പുറത്തേക്ക് വന്നത് എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കേറി എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആയതൊക്കെ എന്ത് ചെയ്യും, ഒന്നിച്ച് വന്നിട്ട് ഔട്ട്വേർഡ്സ് പിന്നെ ബേസിലേക്ക് ബെൻഡ് ചെയ്ത് ഇങ്ങനെ ഔട്ടിലേക്ക് വരും. അപ്പൊ അവിടെ എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി ഒരു പ്രിസം നേരെ വെച്ചിട്ടുണ്ട്. അതായത് ദെൻ വി പ്ലേസ് ആൻ അനദർ പ്രിസം വിച്ച് ഈസ് ഒബ്ലിക്കലി ഓപ്പോസിറ്റ്, അതായത് തലതിരിച്ച് വെക്കുക. തലതിരിച്ച് വെക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു, അവിടെയും എന്ത് സംഭവിക്കും, ഒരു റിഫ്രാക്ഷൻ വഴി അത് എന്ത് ചെയ്യും, ബെൻഡിങ് സംഭവിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരൊറ്റ കുടുംബമായിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് പോകും കേട്ടോ. അപ്പൊ നമ്മൾ എന്താ സംഭവിച്ചത്, ഇപ്പൊ എന്താ, നമ്മളിപ്പോ റീകമ്പൈൻ ചെയ്തല്ലേ. എന്താണ്, നമ്മുടെ പ്രിസത്തിനെ റീകമ്പൈൻ ചെയ്തതുകൊണ്ട് എന്താ, നമുക്ക് പിരിഞ്ഞു പോയവരെ നമുക്ക് എന്ത് ചെയ്തു, ഒന്നിപ്പിക്കാൻ പറ്റി അല്ലേ. എന്താണ്, ഒന്നിപ്പിക്കാൻ പറ്റി. അപ്പൊ മിസ് പറഞ്ഞുതരാം. ഓക്കെ. The ray of different color from the first prism undergo a deviation in the opposite direction by the second prism. This result in the recombination of color to produce white light on the wall. അതെ, നമ്മളൊരു വൈറ്റ് ലൈറ്റ്, നമുക്കറിയാം ആദ്യത്തെ പ്രിസത്തിൽ പോകുമ്പോൾ സ്പ്ലിറ്റ് ആയിട്ട് തന്നെ ഓരോ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട്
അത് സ്പ്ലിറ്റ് ചെയ്യോ അല്ലേ. പക്ഷെ സെക്കൻഡ് കേസിലേക്ക് വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡ് പ്രിസത്തിലേക്ക് പോകുമ്പോൾ ആ സ്പ്ലിറ്റ് ആയിപ്പോയ കളേഴ്സൊക്കെ കൂടി റികമ്പൈൻ ചെയ്ത് എന്ത് കളർ ഔട്ട്പുട്ട് ആക്കും. നമ്മളൊരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ലൈറ്റ് ആയിരിക്കും, വൈറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് അവിടെ സ്പ്ലിറ്റിങ്. നമ്മൾ സ്പ്ലിറ്റിങ് കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, റീകമ്പൈനിങ് ഈ സെക്ഷനിൽ പഠിച്ചല്ലേ ഒരു പ്രിസത്തിലൂടെ. അപ്പം ഈസി ആയല്ലേ. ഇതൊക്കെ എന്താ സിമ്പിളാണ്. നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. 2 പ്രിസം ഉണ്ടെങ്കിൽ നമുക്ക് എന്താ, ഒരു പ്രിസം ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും, വേറൊരു പ്രിസം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത ലൈറ്റ്സിനെ ഒന്നിപ്പിക്കാനും പറ്റും. സിമ്പിൾ ലോജിക്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളിപ്പോൾ പ്രിസത്തിൻ്റെ ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? നമ്മൾ നമ്മുടെ റെയിൻബോനെ കുറിച്ച് പഠിച്ചു. പിന്നെന്താ, നമ്മൾ മുറിഞ്ഞു പോയ മിഥുനങ്ങൾ ഒന്നിപ്പിച്ചല്ലേ, അതായത് സ്പ്ലിറ്റ് ആയിപ്പോയ ലൈറ്റ്സിന് നമ്മൾ എന്ത് ചെയ്തു, ഒന്നിപ്പിച്ചു. ഓക്കെ, ഒന്നിപ്പിക്കുക ചെയ്തു. അപ്പം എന്താ, ഇനി നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ റെയിൻബോനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് സൂര്യനെ കുറിച്ച് പഠിക്കാം കേട്ടോ. എന്താണ് സൂര്യനെ കുറിച്ച് പഠിക്കാം. ഇത് നോക്കിയേ, ഇതാണ് സൂര്യൻ. ഇത് നമുക്കറിയാം സൂര്യനാണ്. സൂര്യനാകുമ്പോഴേക്കും നമുക്ക് ഇപ്പം നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ കുറിച്ചാണ് പഠിക്കുക. നിങ്ങൾ സ്പെക്ട്രം എന്താണെന്നൊക്കെ പഠിക്കും. അപ്പം മിസ് അതിലേക്കുള്ള ഒരു വെച്ചതാണ്, ഒരു കാലെടുത്ത് വെക്കാട്ടോ. അപ്പം ഇതെന്താ, ഇതൊരു സൂര്യനാണ് കേട്ടോ. സൂര്യനിൽ 3 സെക്ഷനായിട്ട് നമുക്ക് തിരിക്കാം. അതായത് 50 നമുക്ക് വലുതീന്ന് താഴത്തേക്ക് എത്താം. ഓക്കെ, 50% ഓഫ് സൂര്യൻ്റെ എനർജി എന്ത് ഫോമിലായിരിക്കും, ഇൻഫ്രാറെഡ് ഫോമിലായിരിക്കും. അതായത് സൂര്യൻ്റെ 50% ലൈറ്റ്സ് എന്താണ്, ഇൻഫ്രാറെഡ് എനർജിയാണ്. പിന്നെ ബാക്കി 40% എന്താ, വിസിബിൾ ലൈറ്റ്സ്. ഈ 40% ആണ് നമ്മൾ കാണുന്ന ലൈറ്റ്സ്. എന്താണ്, ഈ 40% ലൈറ്റ്സ് ആണ് വിസിബിൾ ലൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ റിമൈനിങ് 10% എന്താ, അൾട്രാ വയലറ്റ് ലൈറ്റ്സ് ആയിരിക്കും. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, 50% ലൈറ്റ്സ് എന്താണ്, ഇൻഫ്രാറെഡ് ലൈറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് എനർജിയാണ്. ബാക്കി 40% വിസിബിൾ ലൈറ്റ്സ് ആണ്. വിസിബിൾ ആ പേര് നന്നുണ്ടല്ലേ, വിസിബിൾ കാണാൻ പറ്റുന്നത്. ആൻഡ് 10% അൾട്രാ വയലറ്റ് ലൈറ്റ്സ്. എന്താണ്, ബാക്കി 10% ഉള്ള ലൈറ്റ്സ് എന്താണ്, സൂര്യനിൽ നിന്ന് വരുന്നത് എന്താണ് അൾട്രാ വയലറ്റ് ലൈറ്റ്സ് ആണ്. അപ്പം ഇത് ഓർത്തിരിക്കുക, നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും കേട്ടോ. അപ്പം എന്താണ് നോക്കിയേ, sunlight contain infrared ultraviolet radiation in addition to visible light. The infrared radiation in the sunlight is the main reason for the heat in the sun rays. അപ്പോൾ അതേ നോക്കിയേ, നമുക്കറിയാം, നമ്മൾ മിസ് ഓൾറെഡി പറഞ്ഞുകൊണ്ട് സൺലൈറ്റിൽ വിസിബിൾ ലൈറ്റ് കൂടാണ്ട് നമ്മൾ കാണുമ്പോഴേക്കും നമുക്ക് ആ സൂര്യൻ്റെ ലൈറ്റ് അത് മാത്രം നമ്മൾ കാണുന്നത് വിസിബിൾ ലൈറ്റാണ്. പക്ഷെ അത് കൂടാണ്ട് 2 തരത്തിലുള്ള ലൈറ്റ്സും കൂടി ഉണ്ട്. ഏതൊക്കെയാണ്, ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും 2 റേഡിയേഷൻസും കൂടി ഉണ്ട്. ഓക്കെ, അപ്പം അതേ നോക്കിയേ, നമുക്ക് ഇൻഫ്രാറെഡ് കാരണമാണ് എന്ത് കിട്ടുന്നത്, നമുക്കറിയാം അയ്യോ സൂര്യൻ്റെ ലൈറ്റ് നല്ല ചൂട് എന്ന് പറയുന്നില്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, സൂര്യനിൽ നിന്ന് വരുന്ന ഇൻഫ്രാറെഡ് റേസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്താ ഒരു ചൂട് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ചൂട് ഫീൽ ആവുക. അപ്പം അതെന്താ, ചൂടിൻ്റെ കാരണം എന്താണ്, അതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടാവും. what is the reason for the heat when a sunlight is fall on the body? എന്ത് കാരണമായിരിക്കും, ഇൻഫ്രാറെഡ് റേഡിയേഷൻ കാരണമാണ് നമുക്ക് സൂര്യനിൽ നിന്ന് ഒരു സൂര്യൻ്റെ ലൈറ്റ് കിട്ടുമ്പോൾ ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ. The orderly distribution of electromagnetic radiation is known as ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയും. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്താണെന്ന് മിസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയാനുണ്ടാവുക. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം, നമ്മൾ പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്നത് നമ്മുടെ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും ആൻഡ് വിസിബിൾ ലൈറ്റ്സ് ആണ്. അതുകൂടാണ്ട് വേറെയും എന്തുണ്ട്, കുറച്ച് റേസ് ഉണ്ട്. നമ്മുടെ ഗാമാ റേ, UV, വിസിബിൾ, ഇൻഫ്രാറെഡ്, അങ്ങനെ ഓരോ റേസ് ആയിട്ട് പോകും. അപ്പം ആ റേസിനെ എല്ലാം കൂടി പറയുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റ് റേഡിയേഷൻസ് എന്ന് പറയുന്നുണ്ടാവുക. ആ റേഡിയേഷൻസിനൊക്കെ ഒരു സ്കെയിലാർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഒരു സ്കെയില് പോലെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയാം. മനസ്സിലായല്ലോ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന്? മനസ്സിലായല്ലോ എന്താണ്? ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റ് റേഡിയേഷൻ
ഈസ് നോൺ ആസ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയാം. അതായത് നമുക്കറിയാം നമുക്കിവിടെ കുറേ റേഡിയേഷൻസ് ഉണ്ട്, ഗാമ, UV, ഇൻഫ്രാറെഡ്, വിസിബിൾ. അതിനകത്ത് വിസിബിളും വിസിബിൾ ലൈറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൂര്യനിൽ നിന്ന് വന്നത് UVയും ഇൻഫ്രാറെഡും. അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് റേഡിയോ വേവ്സ് ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരു ഫോമിൽ എഴുതണേന്ന് പറയുന്നതാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചു. ഇനി നമ്മൾ പറയുമല്ലോ സൂര്യനിലെ കുട്ടികളെ നമുക്ക് വിറ്റാമിൻ D കിട്ടുമെന്ന് പറഞ്ഞില്ലേ? വിറ്റാമിൻ D അതായത് നമുക്കെന്താ സൂര്യപ്രകാശം ഒരു ഇളം വെയിലൊക്കെ കൊള്ളുമ്പോൾ നമ്മൾ നട്ടുച്ചക്ക് കൊണ്ടേ കുട്ടീനെ നമ്മൾ ജനിച്ചു തുടങ്ങുമ്പോൾ ഡോക്ടർമാർ പറയും ഇതൊക്കെ സൂര്യൻ്റെ പ്രകാശമൊക്കെ കൊള്ളിക്കണം എന്നൊക്കെ പറയില്ലേ? അതെന്തുകൊണ്ടാണ്? നമുക്ക് നട്ടുച്ചക്ക് കൊണ്ടേ കുട്ടീനെ വെക്കുന്നതല്ല കേട്ടോ മിസ് പറയണത്. അതായത് രാവിലെ 6-7 മണിക്ക് വരുന്ന സൂര്യൻ്റെ പ്രകാശം ഇല്ലേ, ആ പ്രകാശത്ത് കുട്ടീനെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് വിറ്റാമിൻ D, സൂര്യനിൽ നിന്ന് നമ്മൾ വിറ്റാമിൻ D കിട്ടും. ഇപ്പം എനിക്കറിയാം എല്ലാവരും ഭയങ്കര മോയ്സ്ചറും മറ്റേതും സെറം അതൊക്കെ തേച്ച് വിറ്റാമിൻ D, വിറ്റാമിൻ C എന്തൊക്കെ സെറമാ തേക്കണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ സൂര്യൻ ഉദിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ലൈറ്റിൽ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? വിറ്റാമിൻ D ഉണ്ട് കേട്ടോ, വിറ്റാമിൻ D. ആ വിറ്റാമിൻ Dൻ്റെ പ്രസൻസ് കൊണ്ട് നമ്മുടെ ബോഡിക്കും അത് നല്ലതാണ് കേട്ടോ. അപ്പം മിസ് പറഞ്ഞു ആ ഇളം വെയിൽ നമ്മളിപ്പോൾ സെറോ മറ്റേതും മറിച്ചതൊക്കെ തേക്കുമ്പോഴാണ് നമുക്ക് അത് ശരിയാണ്, അങ്ങനെ നല്ല ഗുണമാണ്, നമ്മൾ ഗ്ലോയി സ്കിൻ അങ്ങനെയൊക്കെ ആകും. സ്റ്റിൽ നമുക്കറിയാം നമ്മളൊരു 8 മണി അല്ലെങ്കിൽ വേണ്ട രാവിലെ ഒരു 6 to 7, 8 ആ റേഞ്ചിൽ വരുന്ന ചൂട് ആ കിട്ടുന്ന ഇതെന്ന് പറയും വിറ്റാമിൻ D, സണ്ണിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ D ആണ്. ആ വിറ്റാമിൻ D കാരണം നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊരു നല്ല ബോഡിക്കൊരു ഉണർവാലെ കിട്ടുന്നുണ്ടാവുക. അപ്പം എന്താ ആ സമയത്ത് വരുന്ന ലൈറ്റ് അൾട്രാ വയലറ്റ് റേസ് ആണ്. ആ അൾട്രാ വയലറ്റ് റേസിൽ എന്തായിരിക്കും? വിറ്റാമിൻ D ആണ് കേട്ടോ ഉണ്ടാവുക. അപ്പം നമുക്ക് പറയാം അൾട്രാ വയലറ്റിൽ നിന്നും നമുക്ക് എന്താ അൾട്രാ വയലറ്റ് റേസിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? അൾട്രാ വയലറ്റ് റേസിൽ നിന്നും നമുക്ക് വിറ്റാമിൻ ഡിയും ആൻഡ് ഇൻഫ്രാറെഡ് റേഡിയേഷൻ നിന്നും നമുക്ക് എന്താ? ഹീറ്റ്, നമുക്കൊരു ചൂട് ഫീൽ ചെയ്യുന്നത് ഇൻഫ്രാറെഡിൽ നിന്നാണ് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പം ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും തമ്മിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലേ? പിന്നെ നമ്മൾ വിസിബിൾ ലൈറ്റ്സ് നമുക്കറിയാം നമ്മുടെ വിബ്ജിയോർ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ, അത് റെഡ്, ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്സ് എന്ന്. അപ്പം ഇതിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ അതൊരു ഗ്രൂപ്പ് ഓഫ് അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് വെക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് വേവ് ലെങ്ത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയാം. ആ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ത് ബേസിസിൽ അറേഞ്ച് ചെയ്യുന്ന വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ എനർജിയുടെ ഫോമിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വേവ് ലെങ്ത്തിൻ്റെ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ലൈറ്റൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെ വാക്വത്തിൽ കൂടി അതിനൊരു മീഡിയം വേണ്ട. ലൈറ്റ്സിന് എന്ത് ചെയ്യണം? ഒരു മീഡിയം ആവശ്യമില്ല. അപ്പോൾ ഒരു മീഡിയത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു ലൈറ്റിൻ്റെ ട്രാവലിംഗ് സ്പീഡ് എന്ന് പറയുന്നത് എന്താ? 3 × 10⁸ ആണ് ലൈറ്റ് ട്രാവൽ ത്രൂ എ വാക്വം എന്ന് പറയേണ്ടത്. അപ്പം നമുക്ക് അത്രയും സ്പീഡിൽ എന്ത് സംഭവിക്കും? ലൈറ്റ്സിന് നമുക്ക് വാക്വത്തിൽ കൂടി പോകാൻ പറ്റൂ കേട്ടോ. അപ്പം ഇങ്ങനത്തെ ലൈറ്റ്സ് ആണ് നമുക്കറിയാം വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ലൈറ്റിന് എന്താണ്? ഒരു മീഡിയം ആവശ്യമില്ല. അതും കൂടി നോട്ട് ചെയ്യണം കേട്ടോ. ആൻഡ് ഓൾസോ എക്സാമിന് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും അൾട്രാ വയലറ്റ് റേ, വിറ്റാമിൻ D. അപ്പോൾ ഇൻഫ്രാറെഡ് എന്തായിരിക്കും? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നോക്കി, ഓരോ ഇൻഫ്രാറെഡും അൾട്രാ വയലറ്റും അതിനെക്കുറിച്ച് നോക്കി. ദെൻ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാം. Name the radiation that constitute the electromagnetic spectrum. List them in an ascending order of wavelength. എന്താണ് അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തിൽ നമുക്ക് എന്ത് ചെയ്യുക? ഈ സ്പെക്ട്രം എഴുതണം. അപ്പം നമുക്കറിയാം എന്തൊക്കെ സ്പെക്ട്രമാണ് ഉള്ളത്. മിസ് എഴുതി കാണിച്ചു തരാം. ആദ്യത്തെ ഇതാണ് ഗാമ. ഇവിടെയാണ് ഗാമ റേ. പിന്നെ അടുത്തത് എന്താ? ഈ ഗാമ റേ ഇത്രയും പോർഷൻസ്. പിന്നെ ഇത്രയും പോർഷൻസ് ആരാ? എക്സ്റേ. നമ്മൾ കേട്ടിട്ടുണ്ടാവും എക്സ്റേ. പിന്നെന്താ? ഇത്രയും പോർഷൻസ് ആരാണ്? നമ്മുടെ UV.
UV ആണ്. പിന്നെ ഒരു കുറച്ച് പോർഷൻ ഉള്ളു ആര്, നമ്മുടെ അൾട്രാ വയലറ്റ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ അൾട്രാ വയലറ്റ് എത്രയുള്ളൂ, വിസിബിൾ ലൈറ്റ് എത്രയുള്ളൂ, ഈ കുട്ടി പോർഷനിൽ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടി പോർഷനുള്ള ലൈറ്റ്സ്, ആ ലൈറ്റ്സിൽ ഇത്രയും വിസിബിൾ ലൈറ്റ്സിൽ ഇത്രയും ലൈറ്റ്സ് ഉണ്ട്. വിസിബിൾ ലൈറ്റ്സ് കഴിഞ്ഞ് എന്താ ഇൻഫ്രാറെഡ് ദെൻ എന്താ നമ്മുടെ റേഡിയോ വേവ്സ് ആണ്. എന്താണ് റേഡിയോ വേവ്സ് ആണ്. അപ്പൊ മിസ് എന്താ പറഞ്ഞത്, ഗാമ റേ, എക്സ്റേ, UV, വിസിബിൾ ലൈറ്റ്, ഇൻഫ്രാറെഡ് ആൻഡ് റേഡിയോ വേവ്സ്. ഈ 5 എണ്ണവും കൂടിയാണ് നമുക്കൊരു സ്പെക്ട്രം ആക്കാന്ന് ചോദിച്ചാൽ. അപ്പൊ മിസ് ചോദിക്കണ ചോദ്യം പക്ഷെ അതല്ല, വേവ് ലെങ്ത്തിന്റെ ചെറുത് മുതൽ അസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ചെറുതിന്ന് വലുതിലേക്ക് എഴുതുന്ന ഓർഡറിൽ നമുക്ക് എന്ത് എഴുതണം, ഈ സ്പെക്ട്രത്തിലുള്ള റേഡിയേഷൻസ് എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം. എന്താണ് പാട്, നമുക്ക് ഈസി ആയിട്ട് എഴുതാം കേട്ടോ. ഈസി ആയിട്ട് എഴുതാം. നമ്മൾ അറിയാം വേവ് ലെങ്ത് ഏറ്റവും കുറവ് അസെൻഡിങ് ഓർഡർ ആണ്. അസെൻഡിങ് ഓർഡറിൽ ഫസ്റ്റ് ആരാ, ഏറ്റവും വേവ് ലെങ്ത് കുറവ് ആർക്കാ, ഗാമ റേ. ദെൻ ആരാണ് നമ്മുടെ മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സ്റേ ആണ്. എന്താണ് നമ്മുടെ എക്സ്റേ ആണ് അടുത്തത് വേവ് ലെങ്ത് കുറവുള്ളത്. ഏതാണ് അടുത്തത് എക്സ്റേ. ദെൻ നമ്മുടെ സണ്ണിൽ നിന്ന് വന്ന UV. ദെൻ നമ്മുടെ വിസിബിൾ ലൈറ്റ്. ദെൻ വിസിബിൾ ലൈറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്രാറെഡ്. ദെൻ ലാസ്റ്റ് നമ്മുടെ റേഡിയോ വേവ്. അപ്പൊ ഏറ്റവും വേവ് ലെങ്ത് കുറവ് ആർക്കാ, ഗാമ റേസിനാണ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാ, റേഡിയോ വേവ്സിനാട്ടോ. അപ്പൊ നമ്മളിപ്പോ പ്രോബ്ലം ചെയ്തല്ലേ. അപ്പൊ വേവ് ലെങ്ത്തിന്റെ ബേസിസിൽ നമ്മൾ എഴുതി അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ് നമ്മൾ എഴുതിയത്. ഗാമ റേ ആണ് ഏറ്റവും വേവ് ലെങ്ത് കുറവ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാ, റേഡിയോ വേവ്സിനാട്ടോ. ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ റേഡിയോ വേവ്സിനാണ്. പക്ഷെ എനർജി വൈസ് നോക്കുമ്പോൾ ആർക്കാണ് ഏറ്റവും എനർജി കൂടുതൽ, നമുക്ക് ഏറ്റവും കുറവുള്ള എനർജി ആർക്കാണോ അവർക്കാണ് എനർജി കൂടുതൽ. എനർജി ആർക്കാ, നല്ല എനർജി നല്ല പവറുള്ള ആളാരാ, നമ്മുടെ ഗാമ റേസ് ആണ് കേട്ടോ. പക്ഷെ എനർജി കുറവുള്ളത് ആർക്കാ, റേഡിയോ വേവ്സിനാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നു. സ്റ്റിൽ മിസ് പറയാ, ഈ പ്രോബ്ലം ഒക്കെ ചോദിക്കും നമുക്ക് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അങ്ങനത്തെ വരാൻ ചാൻസ് കുറവാണ്. നമ്മുടെ ഗവൺമെന്റ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. സ്റ്റിൽ മിസ് പറയാ, അങ്ങനത്തെ ക്വസ്റ്റ്യനെക്കാട്ടും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇങ്ങനത്തെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് മിസ് വരും. എന്തായാലും ഇങ്ങനത്തേത് നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നമ്മളിപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ പഠിച്ചു. സ്പെക്ട്രത്തിലേക്ക് കയറിയപ്പോൾ നമ്മൾ വിസിബിൾ ലൈറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലേ. അപ്പം ഇനി കുറച്ച് കളർഫുൾ ആക്കിയാലോ, നമുക്ക് കുറച്ച് കളർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പം നമുക്ക് പറയാം. മിസ്സും റെഡിയാ? മിസ് കളറായിട്ട് നിൽക്കണേ. മിസ് നല്ല കളർ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പം നിങ്ങൾക്കും ആ കളർ അങ്ങോട്ട് സ്പ്രെഡ് ആക്കാനാണ് മിസ്സിനും ഇഷ്ടം. ഓക്കെ, അപ്പം നമുക്ക് പറയാം. ഇനി നമ്മൾ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും ഈ 2 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് മിസ് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഇതേ നോക്കിയേ, ഇതൊരു PVC പൈപ്പാണ്. നമ്മളിവിടെ ഒരു കളർ ഡിസ്ക് എടുത്തു. ആ കളർ ഡിസ്കിൽ എന്തൊക്കെ കളറാണ് മിസ് പറഞ്ഞുതരാം. ഇതൊരു റെഡ് ആണ്. റെഡ് എന്ന് പറഞ്ഞിട്ട് മിസ് വൈറ്റാ കുത്തിയത്. ഓക്കെ, ഇത് റെഡ്. എന്താണ് റെഡ് കളറിൻ്റെ, ഇത് റെഡ് കളറാണ്. ദെൻ എന്ത് ചെയ്തു, ഇനി ഒരു ഗ്രീൻ വേണം. എന്താണ് ഗ്രീൻ കളർ എടുത്തു. ഇതാണ് ഗ്രീൻ. ഈ ഡിസ്കിൽ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് റെഡാണ് വന്നത്. ഒരു അനുസരണയില്ലാത്ത ഒരു കുട്ടികളാണ് കേട്ടോ ഇവര്. ഓക്കെ, ഇത് ഗ്രീൻ ആണ്. ഇതൊരു ഗ്രീൻ കളർ വെച്ചു. ഈ ഡിസ്കിൽ ഞാൻ ഗ്രീൻ കളറും കൊടുത്തു. ദെൻ അടുത്തത് വെക്കാൻ പോണെന്ന് നമ്മുടെ ബ്ലൂ.
ഏതാണ് ബ്ലൂ കളർ. അപ്പം മിസ് ഏതൊക്കെ കളറാണ് ഈ ഡിസ്കിൽ വെച്ചത്? റെഡ്, ഗ്രീൻ, ബ്ലൂ. ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞ ഈ 3 കളേഴ്സും വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പൈപ്പിലേക്ക് ഇങ്ങനെ വെച്ചു. അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് ഫോം ചെയ്യുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഈ സാധനമാണ് ഫോം ചെയ്യുക. എന്താണ്? ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഫോം ചെയ്യും. നമുക്കറിയാലോ എന്താണ് ഇവിടെ ഒരു റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് നമ്മൾ ആ ഡിസ്കിലേക്ക് കൊടുത്തത്. അത് ആ ഡിസ്കിൽ നിന്ന് നമ്മൾ എന്താ PVC പൈപ്പിലേക്ക് കണക്ട് ചെയ്തു. എന്നിട്ട് അതൊന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോം ചെയ്യും. കണ്ടോ? അതായത് റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്തപ്പോഴേക്ക് എന്ത് കളർ വന്നു? അവിടെ എന്ത് കളറാ വന്നിട്ടുണ്ടായേ? മിസ് പറയാം. അവിടെ എന്ത് ഫോം ചെയ്തു? യെല്ലോ ഫോം ചെയ്തു അല്ലേ? എന്താണ്? യെല്ലോ കളറ് ഫോം ചെയ്തു. എന്ത് കളറാ? റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ യെല്ലോ ഫോം ചെയ്തു. ദെൻ നോക്കേ, റെഡും ബ്ലൂവും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത കളർ റെഡ്, ഗ്രീൻ, ബ്ലൂ ആണെങ്കിലും പക്ഷെ ഈ 2 കളേഴ്സ് കമ്പൈൻ ചെയ്തപ്പോഴേക്ക് എന്ത് ഫോം ചെയ്തു? മജന്ത കളർ ഫോം ചെയ്തു. എന്താണ്? മജന്ത കളർ ഫോം ചെയ്തു. കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ലേ? മജന്ത കളർ ഫോം ചെയ്തു. ദെൻ ഈ ബ്ലൂവും ഗ്രീനും കൂടി ഫോം ചെയ്തു. ബ്ലൂവും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തു? സിയാൻ. ഈ കളർ അത്ര കോമൺ അല്ല, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പറയാറില്ലെന്നുള്ളൂ. സാധനം എന്താണ്? സിയാൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്ത് യെല്ലോ വന്നു. റെഡും ബ്ലൂവും കൂടി കമ്പൈൻ ചെയ്തപ്പോഴേക്കും മജന്ത വന്നു. ആൻഡ് ബ്ലൂവും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്തപ്പോഴേക്കും എന്ത് വന്നു? സിയാൻ വന്നല്ലേ? ഇത് നമ്മൾ ഓരോന്നും കളർ കമ്പൈൻ ചെയ്തപ്പോഴേക്കും എന്ത് പറ്റി? നമുക്ക് ഓരോ ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടിയല്ലേ? ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോക്കി, ഈ എല്ലാ കളേഴ്സും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് സാധനം കിട്ടി? നമ്മുടെ മെയിൻ സാധനമായ എന്താണ്? നമുക്ക് വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ വൈറ്റ് കളറ് കിട്ടി. എന്താണ്? വൈറ്റ് കളറ് കിട്ടി. എന്താണ്? വൈറ്റ് കളർ കിട്ടിയല്ലേ? അതായത് മിസ് പറഞ്ഞത് എന്താ? 2 കളേഴ്സ് കമ്പൈൻ ചെയ്തു. ഓരോ 2 കളേഴ്സ് കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് ഓരോ കളേഴ്സ് വെച്ച് കിട്ടി. ഇനി ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ കമ്പൈൻ ചെയ്തപ്പോഴേക്കും എല്ലാവരും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് 3 കളർ കൂടി കമ്പൈൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ വൈറ്റ് കിട്ടിയല്ലേ? കണ്ടോ കളറിൻ്റെ ഒരു കളി? നമ്മൾ കൊടുത്തത് 3, കിട്ടിയത് 6. എന്താ അല്ലേ? 6 അല്ലേ? 7 കളർ കിട്ടി. വൈറ്റും കൂടി കൂട്ടുമ്പോൾ 7 കളർ നമുക്ക് കിട്ടി. അതാണ് കളറിൻ്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത്. അപ്പം മിസ് പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ളത്. നോക്കിയേ, ഇവിടെ നമുക്കറിയാം നോട്ട് ഓൺലി വൈറ്റ് ലൈറ്റ് ബട്ട് ഓൾ ദ അതർ കളേഴ്സ് ലൈറ്റ് ക്യാൻ ഓൾസോ ബി ക്രിയേറ്റഡ് യൂസിങ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ. ദെർഫോർ ദീസ് കളേഴ്സ് ആർ കോൾഡ് പ്രൈമറി കളേഴ്സ്. അപ്പം മിസ് ഓൾറെഡി പറഞ്ഞു എന്താണ് പ്രൈമറിയും സെക്കൻഡറി എന്നുള്ളത്. പ്രൈമറി കളേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് എടുത്ത കളേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ റെഡ്, ഗ്രീൻ, ബ്ലൂ അല്ലേ? ഈ 3 കളേഴ്സ് കമ്പൈൻ ചെയ്തിട്ടല്ലേ നമ്മൾ വേറെ കളേഴ്സ് ഉണ്ടാക്കിയ. അപ്പം ഈ 3 കളേഴ്സിന് നമ്മൾ എന്ത് പേര് കൊടുത്ത് വിളിച്ചു? പ്രൈമറി കളേഴ്സ് എന്നുള്ള ഒരു പേര് കൊടുത്ത് വിളിച്ചു. എന്താണ്? പ്രൈമറി കളേഴ്സ്. ആൻഡ് ദ കളേഴ്സ് വിച്ച് ഈസ് ജോയിൻഡ് ബൈ യൂസിങ് ദിസ് പ്രൈമറി കളേഴ്സ്. അതായത് ഈ പ്രൈമറി കളേഴ്സ് യൂസ് ചെയ്ത് വേറെ കളേഴ്സ് ഉണ്ടാക്കിയാൽ, അതായത് മജന്ത, സിയാൻ ആൻഡ് യെല്ലോ, ഈ 3 കളേഴ്സിന് എന്ത് പറയും? സെക്കൻഡറി കളേഴ്സ് എന്ന് പറയും. അപ്പം എന്താണ് പ്രൈമറി കളേഴ്സ്? പ്രൈമറി കളേഴ്സ് എന്ന് ഏതൊക്കെയാണ്? നമ്മുടെ റെഡ്, ഗ്രീൻ, ബ്ലൂ. ഇതാണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയണ്ടാവുക. മനസ്സിലായോ? ആൻഡ് ദ സെക്കൻഡറി കളർ വിച്ച് വി മെയ്ഡ് ഫ്രം ദ പ്രൈമറി കളേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി കളർ എന്ന് പറയണത്. അതായത് നമ്മുടെ യെല്ലോ, സിയാൻ, മജന്ത, ഇതിനെയൊക്കെയാണ് എന്ത്? സെക്കൻഡറി കളർ. ദ കളർ ലൈറ്റ് ഫോംഡ് ബൈ കമ്പൈനിങ് എനി 2 പ്രൈമറി കളേഴ്സ് ആർ കോൾഡ് സെക്കൻഡറി കളർ ഓഫ് ദ ലൈറ്റ്. കണ്ടോ? 2 പ്രൈമറി കളേഴ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? സെക്കൻഡറി കളർ എന്ന് പറയട്ടോ. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ അതേ മിസ് ഈ ടേബിൾ നോക്കിയേ. നമ്മൾ പറയാം റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ യെല്ലോ ഫോം ചെയ്തു. റെഡും ബ്ലൂവും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ എന്ത് ഫോം ചെയ്തു? മജന്ത. എന്താണ്? മജന്ത ഫോം ചെയ്തു അല്ലേ? ആൻഡ് ബ്ലൂവും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? സിയാൻ ഫോം ചെയ്തു അല്ലേ? എന്താണ്? സിയാൻ ഉണ്ടായി. ആൻഡ് ഈ റെഡും നമ്മുടെ 3 പ്രൈമറി കളേഴ്സും കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈറ്റ് കിട്ടി അല്ലേ?
എന്താണ് വൈറ്റ് കിട്ടി. കണ്ടോ, കളറാണ്. കളർ കൊണ്ട് നമുക്ക് ഈ 3 കളേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കളേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. ഈവൻ ഇത് വീഡിയോ കാണുന്നവർക്ക് തന്നെ അറിയാം, കുറേ പേരെന്താ ഡ്രോയിങ് ഒക്കെ ചെയ്യണവരായിരിക്കും കേട്ടോ. അപ്പൊ അവർ തന്നെ നോക്കിയിട്ടുണ്ടാവും പല കളേഴ്സ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഓരോ കളേഴ്സ് ഫോം ചെയ്യാൻ. അപ്പൊ അതാണ് കളറിന്റെ ഒരു വിളയാട്ടം തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ മിസ് ഇത് പ്രൈമറി കളേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം. വാട്ട് ആർ ദ പ്രൈമറി കളേഴ്സ് ഇൻ യെല്ലോ ലൈറ്റ്? യെല്ലോ ലൈറ്റിൽ ഏതൊക്കെ പ്രൈമറി കളേഴ്സ് ഉണ്ടെന്നാണ് മിസ് പറഞ്ഞത്. യെല്ലോയിൽ ഏതൊക്കെ പ്രൈമറിയാ? നമ്മുടെ റെഡും പ്ലസ് ഗ്രീൻ ആണല്ലേ പ്രൈമറി കളേഴ്സിൽ ഉണ്ടായത്. പ്രൈമറി കളേഴ്സിൽ ഉണ്ടായ ലൈറ്റ് കളേഴ്സ് ആണ് റെഡും ഗ്രീനും. പ്രൈമറി കളേഴ്സ് ആണ്. യെല്ലോ ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത പ്രൈമറി കളേഴ്സ് ആണ് റെഡും ഗ്രീനും. വിച്ച് പ്രൈമറി കളർ ഈസ് നോട്ട് പ്രസന്റ് ഇൻ യെല്ലോ ലൈറ്റ്? യെല്ലോ ലൈറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാത്ത ഒരു പ്രൈമറി കളർ ഏതാണ്? നമ്മുടെ ബ്ലൂ ഉണ്ടായില്ലല്ലോ പ്രൈമറി കളേഴ്സ് നോക്കാൻ. നോക്കൂ, ഇത് നോക്കിയേ, റെഡും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് യെല്ലോ കിട്ടും. പക്ഷെ അതിനകത്ത് ബ്ലൂക്ക് ഒരു പങ്കുമില്ല അല്ലെ, ഒരു പങ്കുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ബ്ലൂ മാത്രമാണ് എന്ത് നമുക്ക് വിച്ച് പ്രൈമറി കളർ ഈസ് നോട്ട് പ്രസന്റ് ഇൻ യെല്ലോ എന്ന് പറയുമ്പോൾ ബ്ലൂ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, which color will be obtained when yellow light is combined with the primary color that is not present in yellow? അതായത് ഇത്രേ ഉള്ളൂ. which color will be obtained when yellow light is combined with the primary color that is not present in yellow? അതായത് പ്രൈമറി കളർ യെല്ലോയിലില്ലാത്ത പ്രൈമറി കളർ ഏതാ? നമ്മുടെ ബ്ലൂ ആല്ലേ. ആ ബ്ലൂവും യെല്ലോയും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, അതായത് ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. അപ്പൊ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന കളർ ഏതാ? യെല്ലോ പ്ലസ് ബ്ലൂ അല്ലെ. യെല്ലോ പ്ലസ് ബ്ലൂ ആണ്. യെല്ലോ ഏതൊക്കെ പ്രൈമറി കളേഴ്സ് വെച്ച് ഉണ്ടാക്കിയേക്കുന്നത്? നമുക്കറിയാം റെഡും പ്ലസ് ഗ്രീൻ ആണ് അല്ലേ. റെഡ് പ്ലസ് ഗ്രീൻ, അതിന്റെ കൂടെ ബ്ലൂവും കൂടി ചേരുമ്പോൾ എന്ത് കളർ ആയിരിക്കും ഔട്ട്പുട്ട് ഉണ്ടാവുക? എന്ത് കളർ ആയിരിക്കും? നമ്മുടെ വൈറ്റ് ലൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ എന്താണ്? അപ്പോ ഒരു പ്രൈമറി കളറും അതിലില്ലാത്ത ഒരു പ്രൈമറി കളറും വേറൊരു സെക്കൻഡറി കളറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, ആ സെക്കൻഡറി കളർ ഇല്ലാത്ത പ്രൈമറി കളറും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു വൈറ്റ് ലൈറ്റ് കിട്ടും അല്ലേ. ഇല്ലേ, വൈറ്റ് ലൈറ്റ് കിട്ടും അല്ലേ. അതാണ് നമ്മുടെ കണ്ടോ, നമ്മളിപ്പോ എന്ത് ചെയ്തു? റെഡും ഗ്രീനും ബ്ലൂ ആയല്ലേ, അപ്പൊ കമ്പൈൻ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും അല്ലേ. അപ്പൊ അതേ നോക്കിയേ, അപ്പൊ ഇതിനെ പറയണ ഒരു പേരാണ് കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത്. വെൻ എ സെക്കൻഡറി കളർ ഈസ് കമ്പൈൻഡ് വിത്ത് ദ പ്രൈമറി കളർ വി ഗെറ്റ് എ വൈറ്റ് ലൈറ്റ്. സച്ച് പെയർ ഓഫ് കളേഴ്സ് ആർ കോൾഡ് കോംപ്ലിമെന്ററി കളർ എന്ന് പറയാം. അതായത് നമ്മൾ ഒരു പ്രൈമറി കളറിനെ ഒരു സെക്കൻഡറി കളറിനെ കമ്പൈൻ ചെയ്തു. എന്താണ്? ഒരു പ്രൈമറി കളറിനെ ഒരു സെക്കൻഡറി കളറിനെ കമ്പൈൻ ചെയ്യുമ്പോഴേക്ക് എന്ത് കിട്ടും? നമുക്കൊരു വേറൊരു ഒരു 2 പെയർ ഓഫ് കളേഴ്സ് കിട്ടും. അതെന്താ കൊടുക്കണ്ടാവുക? വൈറ്റ് കളറാലേ കൊടുക്കണ്ടാവുക. അപ്പൊ അതിനെ പറയണതാണ് കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയണത്. എന്താണ്? കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയണുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും നോക്കി. അതേപോലെ തന്നെ വേറെ നോക്കിയത് എന്താണ്? കോംപ്ലിമെന്ററി കളേഴ്സ് ആട്ടോ. അപ്പൊ എന്താണ്? ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും കൂടി കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ആ പെയർ ഓഫ് കളേഴ്സിന് നമ്മൾ എന്ത് പറയും? കോംപ്ലിമെന്ററി കളേഴ്സ് എന്ന് പറയും കേട്ടോ. എന്താണ്? കോംപ്ലിമെന്ററി കളേഴ്സ്. അപ്പൊ അതേ നോക്കിയേ, നമുക്കൊരു ടേബിൾ ഫിൽ ചെയ്യാം. നമുക്കറിയാം സെക്കൻഡറി കളർ യെല്ലോ ആണ്. അതിന്റെ കമ്പോണൻസ് ഏതാ? റെഡും ഗ്രീനും കമ്പൈൻ ചെയ്തല്ലേ നമ്മൾ യെല്ലോ ഉണ്ടാക്കിയത്. ഇനി അതിന്റെ കോംപ്ലിമെന്ററി കളർ ഏതായിരിക്കും? ബ്ലൂ ആ. ഇതിനില്ലാത്ത കളർ ഏതാണ്? ബ്ലൂ ആണ്. അതായത് ഈ യെല്ലോയും ഈ ബ്ലൂവും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈറ്റ് കളർ കിട്ടും കേട്ടോ. അപ്പൊ ഇവിടത്തെ കേസിൽ മജന്ത ഏതൊക്കെ കളർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമുക്കറിയാം റെഡും പ്ലസ് ബ്ലൂ അല്ലെ. റെഡ് പ്ലസ് ബ്ലൂ അല്ലേ മജന്ത ഫോം ചെയ്തിട്ടുണ്ടായത്. അപ്പൊ ഇവിടെ ഇല്ലാത്ത കോംപ്ലിമെന്ററി കളർ ഏതാണ്? നമ്മുടെ ഗ്രീൻ ആട്ടോ. കോംപ്ലിമെന്ററി കളർ ഏതാണ്? ഗ്രീൻ ആണ്. ഓക്കെ, ഇനി സിയാൻ ഏതൊക്കെ കളറാണ് ഫോം ചെയ്തത്? നമ്മുടെ ബ്ലൂ പ്ലസ് ഗ്രീൻ ആണല്ലേ. ബ്ലൂ പ്ലസ് ഗ്രീൻ ആണ് സിയാൻ ഫോം ചെയ്ത കോമ്പൗണ്ട് കളേഴ്സ്. അവിടെ കോംപ്ലിമെന്ററി കളർ ഏതാണ്? നമ്മുടെ റെഡ്. ഓക്കെ, അതായത് ഈ റെഡും സിയാനും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് വൈറ്റ് കിട്ടും. അതേപോലെ മജന്തയും ഗ്രീനും കൂടി കമ്പൈൻ ചെയ്താൽ വൈറ്റ് കിട്ടും. ഇതാണ് നമ്മുടെ കളറിന്റെ
ഒരു പ്രത്യേകത. അപ്പൊ കോംപ്ലിമെന്ററി കളർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേപോലെ തന്നെ നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും നോക്കിയല്ലേ, നല്ല രസമുണ്ട്. അപ്പൊ സി ആണ് കോംപ്ലിമെന്ററി, പ്രൈമറി, സെക്കൻഡറി അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആക്കരുത്. പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഡ് ഗ്രീൻ ബ്ലൂവിനെ നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയും. ആൻഡ് ഓൾസോ സെക്കൻഡറി കളേഴ്സ് ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദിസ് പ്രൈമറി കളേഴ്സ്. അതായത് ഈ പ്രൈമറി കളേഴ്സ് കമ്പൈൻ ചെയ്ത് ഉണ്ടാവുന്ന കളേഴ്സിന് നമ്മൾ എന്ത് പറയും? സെക്കൻഡറി കളേഴ്സ്. ആൻഡ് ദ പ്രൈമറി കളർ ആൻഡ് സെക്കൻഡറി കളർ കമ്പൈൻ ടു ഫോം എ കോംപ്ലിമെന്ററി കളേഴ്സ്. അതാണ് നമ്മുടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ കോംപ്ലിമെന്ററി കളർ ഓരോന്ന് ഏതൊക്കെയാ? ബ്ലൂ, ഗ്രീൻ, റെഡ് ആട്ടോ. മനസ്സിലായില്ലേ? സിമ്പിളാ. നമുക്കിത് കളർ ആയതുകൊണ്ട് നമ്മളും കളർഫുൾ ആയിട്ട് പഠിക്കും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നോക്കാനായിട്ട് ഒരു രസമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയേ. ഇത് നമ്മൾ എല്ലാ കളേഴ്സും ഇങ്ങനെ വെച്ചേക്കാട്ടോ. ഇങ്ങനെ കളർ, എല്ലാ കളറും കൂടി ഇങ്ങനെ വെച്ചേക്കാം. ഈ കളർ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഡിസ്കിൽ എല്ലാ കളറും റെഡ്, ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച് നമ്മളെ വിബ്ജിയോർ ഫുൾ അങ്ങോട്ട് വെച്ചേക്കാം. നമ്മളൊന്ന് ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് എന്ത് ചെയ്യും? ഒരു ചെറിയൊരു എല്ലാ കളറും നമ്മൾ എടുത്തെടുത്ത് കാണും. എന്താണ്, നമ്മൾ ചെറുതായിട്ട് ലൈറ്റ് എല്ലാ റെഡ് കാണും, ബ്ലൂ കാണും, ഗ്രീൻ കാണും ഒക്കെ. പക്ഷെ ഒന്ന് സ്പീഡിൽ കറക്കി നോക്കി, ഇത് ഞാൻ ഒറ്റ സ്പീഡിൽ അങ്ങോട്ട് കറക്കി നോക്കിയേ, എന്താ സംഭവിക്കും? അതാ വൈറ്റ് കളർ കാണും. അതായത് ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തേ നമുക്ക് തോന്നും, ഈ ഡിസ്ക് വൈറ്റ് ആയോ എന്നുള്ളൊരു ഫീല് വരും. അതാണ്, അതായത് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴേക്കും ഈ കളേഴ്സ് ഇങ്ങനെ റൊട്ടേറ്റിങ്, ഈ ഡിസ്ക് അങ്ങനെ കറക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഈ ലൈറ്റ്സ് ഒക്കെ കൂടി ഒരുമിച്ച് വന്ന് നമുക്കൊരു വൈറ്റ് കളറായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അതെന്തുകൊണ്ടെന്നാണ് നമ്മൾ പറയണത്. അതിനെ പറയും പെർസിസ്റ്റന്റ് ഓഫ് വിഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. എന്താണ് പെർസിസ്റ്റന്റ് ഓഫ് വിഷൻ എന്നുള്ളത്? ഓക്കെ, അപ്പൊ ഞാൻ നോക്കിയേ. when we quickly remove an object from our field of vision, the visual experience of that object persists for 1/16 of the second. This phenomenon is called persistent of vision എന്ന് പറയാം. നമ്മൾ ഇതുപോലെ തന്നെ പെർസിസ്റ്റന്റ് ഓഫ് സൗണ്ട് നമ്മൾ പഠിക്കും. അത് മിസ് അടുത്ത ക്ലാസ്സിൽ, ഇനി ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അതേപോലത്തെ ഒരു ടേം ആണ് എന്ത്? പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മളൊരു സാധനം കണ്ടു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പേന കണ്ടു, ഇതപ്പം തന്നെ എൻ്റെ കൺമുമ്പിൽ നിന്ന് മിന്നി മാണ പോലെ ഇങ്ങനെ കണ്ട് അപ്പം തന്നെ പോകും. പക്ഷെ ആ കണ്ട സാധനം നമ്മുടെ കണ്ണിൽ എത്ര നേരം നിൽക്കും? 1/16 സെക്കൻഡ്സ് നമ്മുടെ നിൽക്കും. അപ്പൊ അതാണ് എന്ത്? പെർസിസ്റ്റന്റ് ഓഫ് വിഷൻ എന്ന് പറയാം. when we quickly remove an object from our field of vision, the visual experience of that object persists for about 1/16 സെക്കൻഡ്. അതായത് ഈ ഇമേജ് ഞാൻ ഇങ്ങനെ ഒരു ഒറ്റ സെക്കൻഡിൽ ഇങ്ങനെ മറിച്ചെങ്കിലും ഞാൻ കണ്ട ആ നിമിഷം ആ ഒബ്ജക്റ്റിന് എൻ്റെ കണ്ണിൽ എത്ര നേരം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്? 1/16 സെക്കൻഡ്സ് പിടിച്ചു നിർത്തും. ആ പിടിച്ചു നിർത്തണേനെയാണ് നമ്മൾ എന്ത് പറയാ? പെർസിസ്റ്റന്റ് ഓഫ് വിഷൻ എന്ന് പറയാം. പക്ഷെ ആ ഒരു ഒബ്ജക്റ്റിനൊപ്പം നമ്മൾ പല പല ഒബ്ജക്ട്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ കേസിൽ എന്താണ് പറഞ്ഞത്? നമ്മൾ പെട്ടെന്ന് റെഡ് കാണും, പക്ഷെ അപ്പൊ തന്നെ യെല്ലോ കാണും, ബ്ലൂ കാണും, അങ്ങനെ പല പല കളേഴ്സ് ഒരുമിച്ച് കാണുമ്പോൾ എന്ത്? ഇതൊക്കെ കൂടി കമ്പൈൻ ചെയ്ത് നമുക്കറിയാം ഓൾറെഡി നമ്മുടെ കണ്ണിൽ ഒരു 1/16 സെക്കൻഡ് ഒരു കളർ ഉണ്ടാവും, പിന്നെ 1/16 സെക്കൻഡ് അടുത്ത കളർ. അപ്പൊ അതൊക്കെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എല്ലാം കൂടി കമ്പൈൻ ചെയ്താണ് നമ്മൾ എന്ത് കാണുന്നത്? വൈറ്റ് കളറ് കാണാവുക. എന്താ മനസ്സിലായാലോ? അപ്പോൾ ഈ ഒരു ഒറ്റ കളർ നമ്മുടെ കണ്ണിൽ 1/16 സെക്കൻഡ് ഉണ്ടാകും. അതിന്റെ പുറമെ അടുത്ത ലൈറ്റ് വരും, അടുത്ത കളർ വരും, പിന്നെ അടുത്ത കളർ വരും, അങ്ങനെ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ന്യൂട്ടൺസ് കളർ ഡിസ്ക് അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ന്യൂട്ടൺസ് കളർ ഡിസ്കിൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ കളേഴ്സ് നമുക്കറിയാം, നമ്മുടെ വിബ്ജിയോസ് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമല്ലോ? നമ്മുടെ കണ്ണിലേക്ക് എന്താണ്? വൈറ്റ് കളറായിട്ടാണ് വരുന്നുണ്ടാവുക. വൈറ്റ് കളറായിട്ടാണ് ഫീൽ ചെയ്യാവുണ്ടാവുക. കാരണം എന്താണ്? ഇതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. മിസ് ഓൾറെഡി പെർസിസ്റ്റൻസ് ഓഫ് വിഷനെ കുറിച്ചൊക്കെ പറഞ്ഞു, ഓൾറെഡി സെറ്റാണ്. എന്നാലും മിസ് ഒന്ന് ലാസ്റ്റ് എൻഡ് ആയിട്ട് പറയാം. നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ 1/16 സെക്കൻഡ്സ് ആയിരിക്കും നമ്മുടെ കണ്ണിൽ നിൽക്കുക. അപ്പോൾ അതിന് പുറമെ ഓരോന്നായിട്ട് വരുമ്പോഴേക്കും എല്ലാം കൂടി മെർജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇതൊരു ഒറ്റ സാധനമായിട്ട് തോന്നും. അപ്പോൾ എന്താ? വൈറ്റ് ഇതെല്ലാ കളേഴ്സും കൊണ്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഏതാ കളറാ കിട്ടുക? വൈറ്റ് അല്ലേ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്ന് ന്യൂട്ടൺ കളർ ഡിസ്കിൽ നമുക്ക് ഈ ഒരു കളർ വന്നിട്ടുണ്ടാവുക കേട്ടോ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചിട്ടുണ്ടായത്? നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ പഠിച്ചു,
നമ്മുടെ എന്താ കളർ ഡിസ്ക്, ന്യൂട്ടൺസ് കളർ ഡിസ്ക് പഠിച്ചു. ആൻഡ് ഓൾസോ നമ്മൾ പഠിച്ചിട്ട് എന്താ നമ്മുടെ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചല്ലേ. എന്താണ് പ്രൈമറി കളേഴ്സ്, എന്താണ് സെക്കൻഡറി കളേഴ്സ്, പ്രൈമറി കളേഴ്സ് എന്താണ് മിസ് എന്താ പറഞ്ഞത്, എന്താ നമ്മൾ റെഡ്, ഗ്രീൻ, ബ്ലൂ ഇതൊക്കെയല്ലേ പ്രൈമറി കളേഴ്സ്. ആൻഡ് ഓൾസോ സെക്കൻഡറി കളേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് പ്രൈമറി കളേഴ്സ് ജോയിൻ ചെയ്ത് എന്താണോ കിട്ടുന്നത് അതാണ് എന്ത് സെക്കൻഡറി കളർ. അപ്പോൾ നമുക്ക് കിട്ടിയ സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണ്, നമ്മുടെ മജന്ത, സ്യാൻ ആൻഡ് ഓൾസോ യെല്ലോ അല്ലേ കിട്ടിയത്. അപ്പം നമ്മൾ ഇത്രയും കാര്യം നോക്കിയപ്പോഴേക്കും ഇന്നത്തെ സെക്ഷൻ തീർന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ സെക്ഷൻ നല്ല രീതിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Hope you guys enjoy this video. Okay, bye.